ലാൽ സലാം ഹൃദയപൂർവ്വം എങ്ങനെയുണ്ട്? ആദ്യ പകുതി കഴിയുമ്പോൾ സിനിമയ്ക്ക് എങ്ങനെയാണ് അഭിപ്രായം? ഇതെല്ലാമാണ് ചോദ്യമെങ്കിൽ ഒരു കാര്യം ഉറപ്പിക്കാം. ആദ്യ പകുതി എന്താണ് സത്യൻ അന്തിക്കാട് മോഹൻലാൽ പടത്തിൽ നിന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തിരിക്കുന്നത്? 20ഓളം സിനിമകളാണ് ഇവർ ഒരുമിച്ച് ചെയ്തിരിക്കുന്നത്. അതിൽ തന്നെ 15ഓളം വമ്പൻ ഹിറ്റുകളുമായ സിനിമകളാണ്. വീണ്ടും ഒരു വമ്പൻ ഹിറ്റിലേക്ക് തന്നെ ചേരും എന്നുള്ള ഒരു സിനിമ തന്നെയാണ്. ഒരു ഫാമിലി മെലോഡ്രാമ വിത്ത് കോമഡി ഒക്കെയുള്ള ഒരു ചിത്രം തന്നെ. പല സ്ഥലങ്ങളിലും എടുത്തു പറയാനുള്ളത് കോമഡി നന്നായി വർക്കൗട്ട് ആയിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരു ഫീൽ ഗുഡ് മൂവി തന്നെയാണ്. ഫസ്റ്റ് ഹാഫ് ഒരു ലാഗോ ഒരു മോശമായിട്ടുള്ള കാര്യങ്ങളോ ഒന്നുമില്ല. എല്ലാം മികച്ച് തന്നെ നിൽക്കുന്നു. പ്രത്യേകിച്ച് മോഹൻലാലിൻ്റെ പ്രകടനം വളരെ ഈസി ആയിട്ടുള്ള ആ ഒരു ഫീല് അത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ്. എല്ലാ കഥാപാത്രങ്ങളും മികച്ച് തന്നെ നിൽക്കുന്നു എന്ന് തന്നെ പറയാം. ഒരു സത്യൻ അന്തിക്കാട് പടത്തിൽ എന്താണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് അതേ രീതിയിൽ തന്നെ അതേ ഒഴുക്കോടു കൂടി തന്നെ പോകുന്ന ഒരു കാര്യം. ആകെ ഒരു കുറവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പഴയകാല ഒരുപാട് നടന്മാരുണ്ടായിരുന്നുവെങ്കിൽ അവരൊക്കെ കളം നിറഞ്ഞാടേണ്ട ഒരു സിനിമയാണ്. അവരുടെ കുറവുകളാണ് ഈ ഒരു സിനിമയിൽ ആകെ കാണുന്നത്. എന്തായാലും നല്ല ലെവലിലുള്ള ഒരു വ്യത്യസ്തത പുലർത്തുന്ന ചിത്രം എന്ന് തന്നെയാണ് പറയാനുള്ളത്. ഫസ്റ്റ് ഹാഫ് സ്ലോയിൽ തുടങ്ങി എങ്ങും ലാഗോ കാര്യങ്ങളും ഒന്നുമില്ലാതെ ഒരു വളരെ നല്ല ഫ്ലോയിലൂടെ പോകുന്നു. എല്ലാ കഥാപാത്രങ്ങളും രസകരമായിട്ട് തന്നെ പോകുന്നു. മോഹൻലാലിൻ്റെ പെർഫോമൻസ് അതിഗംഭീരമായി നിൽക്കുന്നു. അതേപോലെ തന്നെ നല്ല രീതിയിലുള്ള ഒരു സോങ്ങും കാര്യങ്ങളുമൊക്കെ ആയിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ സിനിമ ഫസ്റ്റ് ഹാഫ് വരുമ്പോൾ നല്ല രസകരമായിട്ടുള്ള ഒരു എൻഡിങ് ആണ് ഫസ്റ്റ് ഹാഫ് തന്നെ ഇൻ്റർവെൽ പഞ്ചിലേക്ക് വരുന്നത്. എന്തായാലും സെക്കൻഡ് ഹാഫും മികച്ച് ഇതിനോടകം തന്നെ മുന്നോട്ട് പോകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു വമ്പൻ ഹിറ്റിലേക്ക് തന്നെ സിനിമ പോകുമെന്നുള്ളതാണ്. നമ്മൾ സാധാരണ മോഹൻലാൽ സിനിമകൾ കാണുന്ന രീതിയിലുള്ള സിനിമകളെല്ലാം ഒരുപാട് നാളുകൾക്ക് ശേഷം എന്താണ് മോഹൻലാലിൽ നിന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തത് അത് നമുക്ക് ലഭിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. തുടരുമെന്നുള്ള ചിത്രം എന്താണ് നൽകിയത് അതിൻ്റെ മുകളിലാണ് മോഹൻലാലിൻ്റെ പെർഫോമൻസ് നമുക്ക് കാണാൻ കഴിയുന്നത്. പഴയ കാലങ്ങളിൽ മോഹൻലാലിനെ നമ്മൾ എങ്ങനെ ആഗ്രഹിച്ചിരുന്നു അതേ രീതിയിൽ തന്നെയാണ് സിനിമ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും സെക്കൻഡ് ഹാഫ് അടിപൊളിയാണെങ്കിൽ തീർച്ചയായും വമ്പൻ ഹിറ്റടിക്കും. എന്താണെങ്കിലും ഈ ഒരു സിനിമ ഫസ്റ്റ് ഹാഫ് പൂർണ്ണമായും തൃപ്തി നൽകുന്ന ഒരു ഫസ്റ്റ് ഹാഫ് തന്നെയാണ്. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം. അസ്സലാം.